നടക്കുന്ന ബോട്ടണി ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8ാമത്തെ ചോദ്യം വൈവാ വോസി ആണ്. ഈ വൈവാ വോസി എന്താണെന്നും ഹയർ സെക്കൻഡറി ബോട്ടണി എക്സാമിനേഷന് ചോദിക്കാവുന്ന വൈവാ വോസി ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുകയാണ് ഈ വീഡിയോ. VIVA ഈ വാക്കുകൾ ഉച്ചരിക്കേണ്ടത് വൈവാ വോസി അല്ലെങ്കിൽ വിവാ വോസ് എന്നാണ്. ഇത് ചുരുക്കത്തിൽ വൈവ എന്നും അറിയപ്പെടുന്നു. എ വൈവ സിംപ്ലി മീൻസ് എ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഡ്യൂറിംഗ് വിച്ച് സ്റ്റുഡൻസ് ആൻസർ ക്വസ്റ്റ്യൻസ് ഇൻ സ്പീച്ച് ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ പ്രോജക്റ്റ് ഓർ ഡിസിപ്ലിൻ. ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ഭാഗമായി ഒരു പ്രത്യേക വിഷയത്തെയോ പ്രൊജക്റ്റിനെയോ അടിസ്ഥാനപ്പെടുത്തി ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും വിദ്യാർത്ഥികൾ ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്ന രീതിയാണ് വൈവാ വോസി. ഇത് എഴുത്തു പരീക്ഷയല്ല, വാചാ പരീക്ഷയാണ്. ഇതാണ് 2022 ബോട്ടണി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സ്കീമും. വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കിട്ടുകയുള്ളൂ. സ്കീം അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്കീം എന്ന് പറഞ്ഞാൽ ഓരോ ചോദ്യവും അതിൻ്റെ വിഭാഗങ്ങളും എങ്ങനെയൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതെന്നും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വിശദീകരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലെ 8ാമത്തെ ചോദ്യമാണ് വൈവാ വോസി ചോദ്യം. അസർട്ടൈനിങ് ദി അവെയർനെസ് ഓഫ് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദി എക്സ്പെരിമെൻറ്റ്. സ്കീമിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം: ആസ്ക് ഇൻഫോർമലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദി ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻറ്റ് ഡൺ. 1 മാർക്കാണ് വൈവാ വോസിക്ക് ഉള്ളത്. സ്കീം അനുസരിച്ച് അനൗപചാരികമായി ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ലളിതമായ ചോദ്യങ്ങൾ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാവണം? ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ ചോദ്യമായിട്ടുള്ള, അതായത് ഡി, ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അതിൻ്റെ എയും നമ്മൾ എഴുതുന്നു, പടം വരച്ച് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. 4ാമത്തെ ചോദ്യം ഇതാണ്: റൈറ്റ് ദി എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ഡി, ഡ്രോ ആൻഡ് ലേബൽ ദി പാർട്സ്. പ്രധാനമായും 4ാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗമായി വെച്ചിട്ടുള്ള ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ലളിതമായ ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ വർഷത്തെ സ്കീം അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 4 എക്സ്പെരിമെൻറ്റ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 എക്സ്പെരിമെൻറ്റ് സെറ്റപ്പുകളിൽ കുറിച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. സാധാരണയായി ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിനേഷന് 5 എക്സ്പെരിമെൻറ്റ് സെറ്റപ്പുകൾ റെഡിയാക്കി വയ്ക്കാറുണ്ട്. അത് താഴെ പറയുന്നു. ഇവയിൽ 4 എക്സ്പെരിമെൻറ്റ് സെറ്റപ്പുകൾ മാത്രം ആണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അധ്യാപകന് അത് തീരുമാനിക്കാം. ഓരോ ബാച്ചിനും കൊടുക്കേണ്ടുന്ന ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ഏതാണെന്നുള്ളത് എക്സ്റ്റേണൽ എക്സാമിനറിന് തീരുമാനിക്കാവുന്നതാണ്. ഏത് വെച്ചാലും അതിനനുസരിച്ചിട്ടുള്ള വൈവാ വോസി ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കുക. ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിനേഷന് സാധാരണയായി 5 എക്സ്പെരിമെൻറ്റുകൾ റെഡിയാക്കി വയ്ക്കാറുണ്ട്. ഇത്തവണ 4 എക്സ്പെരിമെൻറ്റ് സെറ്റപ്പുകളെങ്കിലും റെഡിയാക്കി വെക്കണം എന്നുള്ളതാണ് സ്കീം നിർദ്ദേശിക്കുന്നത്. അവ ഏതൊക്കെയാണെന്നും ഓരോന്നും വയ്ക്കുമ്പോൾ അവയെ അധികരിച്ചിട്ടുള്ള വൈവാ വോസി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി പറയുന്ന എക്സ്പെരിമെൻറ്റുകളെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. 1. ഇംബൈബിഷൻ എക്സ്പെരിമെൻറ്റ്. 2. തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്. 3. ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റ്. 4. Potometer experiment, and 5. paper chromatography. Imbibition എക്സ്പെരിമെൻറ്റിൻ്റെ എയിം ഇതാണ്: ടു ഡെമോൺസ്ട്രേറ്റ് ദി പ്രോസസ് ഓഫ് ഇംബൈബിഷൻ ബൈ യൂസിങ് റെയ്സിൻസ്. വൈവയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ: ഇംബൈബിഷൻ എന്നാൽ എന്ത്? വാട്ട് ഈസ് ഇംബൈബിഷൻ? ഉത്തരം: ഇംബൈബിഷൻ ഈസ് ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് ഓർ വാട്ടർ ലവിങ് മെറ്റീരിയൽസ് ആൻഡ് become solid. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉണങ്ങിയ
വിറകുകളോ മരക്കമ്പുകളോ സീഡുകൾ ഫ്രൂട്ട്സ് എന്നിവ വെള്ളം വലിച്ചെടുത്ത് ചീർക്കുന്നതിന് പറയുന്ന പേരാണ് ഇംബൈബിഷൻ. അനദർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഫോർ ദി പ്രഷർ ക്രിയേറ്റഡ് ബൈ ഇംബൈബിഷൻ? ഇംബൈബിഷൻ നടക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രഷറിൻ്റെ പേരാണ് ഇംബൈബിഷൻ പ്രഷർ അല്ലെങ്കിൽ മെട്രിക് പൊട്ടൻഷ്യൽ. വാട്ട് ആർ റെയ്സിൻസ് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ചില കുട്ടികളെങ്കിലും വളരെ പ്രയാസപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. റെയ്സിൻസ് ആർ ഡ്രൈഡ് ഗ്രേപ്സ്. ഉണക്കമുന്തിരിക്ക് പറയുന്ന ഇംഗ്ലീഷ് പേരാണ് റെയ്സിൻസ്. സാധാരണ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, റെയ്സിൻസ് മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്യാൻ വി യൂസ് അതർ മെറ്റീരിയൽസ് ഇൻസ്റ്റെഡ് ഓഫ് റെയ്സിൻസ്? ഉത്തരം യെസ്. വി ക്യാൻ യൂസ് ഡ്രൈഡ് വുഡ്, ബീൻസ് സീഡ്സ്, കൗപ്പി സീഡ്സ്. അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് വയ്ക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യം, ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഇംബൈബിഷൻ ഡയറക്ട്ലി ഇൻ യുവർ ഡെയിലി ലൈഫ്? നിത്യജീവിതത്തിൽ ഇംബൈബിഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇംബൈബിഷൻ ഡെയിലി ലൈഫിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവവേദ്യമാവുന്ന ഒരു സിറ്റുവേഷൻ പറയാം. മഴക്കാലത്ത് മഴയുള്ള സീസണിൽ വാതിലുകളും ജനലുകളും അടയ്ക്കുന്നതിന് പ്രയാസം നേരിടുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് മരം കൊണ്ടുണ്ടാക്കിയ ഈ വാതിലുകളും ജനലുകളും ഈർപ്പം വലിച്ചെടുത്ത് ചീർക്കുന്നതിനെയാണ് ഇംബൈബിഷൻ എന്ന് പറയുന്നത്. അതിനാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇംബൈബിഷൻ by the dried doors and windows are getting tightened so that we cannot close it easily. ചരിത്രാതീത കാലത്തെ മനുഷ്യർ ഇംബൈബിഷൻ വഴി ഉണ്ടാകുന്ന ഇംബൈബിഷൻ പ്രഷറിനെ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഒരു രീതിയാണ് ഇനി പറയുന്നത്. ഹൗ ഡിഡ് പ്രീ ഹിസ്റ്ററിക് മാൻ യൂസ്ഡ് ഇംബൈബിഷൻ പ്രഷർ ഇൻ ദെയർ ലൈഫ്? The pressure that is produced by the swelling of wood had been used by prehistoric man to split rocks and boulders. ഉണങ്ങിയ തടി ജലം വലിച്ചെടുത്ത് വീർക്കുന്നത് മൂലം ഉണ്ടാകുന്ന മർദ്ദത്തെ ചരിത്രാതീത കാല മനുഷ്യർ പാറകളും കല്ലുകളും പിളർക്കുവാൻ ഉപയോഗിച്ചിരുന്നു. Another question, how do seeds come out of the soil during germination? During germination, seeds absorb water and getting swollen, and the creation of imbibition pressure in the seeds help the seeds to push soil particles away and come out of the soil. മറ്റൊരു ലൈഫ് സിറ്റുവേഷൻ പറയാം. സാധാരണയായി നമ്മൾ വിത്തുകൾ നടുമ്പോൾ അത് മണ്ണിൽ കുഴിയുണ്ടാക്കി അതിന് മീതെ മണ്ണിട്ട് മൂടുകയാണ് പതിവ്. മണ്ണിൻ അടിയിലായിട്ടുള്ള വിത്തുകൾ വെള്ളം വലിച്ചെടുത്ത് ചീർക്കുന്നു. ഇതാണ് ഇംബൈബിഷൻ. ഈ ഇംബൈബിഷൻ വഴി മർദ്ദം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ മർദ്ദം ഉപയോഗിച്ചാണ് മണ്ണിനടിയിലേക്ക് വേരുകൾ വളരുന്നതും മണ്ണിന് മുകളിലേക്ക് കാണ്ഡഭാഗം വളരുന്നതും. ഇങ്ങനെ ഇംബൈബിഷൻ വഴിയുള്ള മർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ ഈ വിത്തുകൾക്ക് മുളച്ച് മണ്ണിലേക്ക് ഇറങ്ങുന്നതിനും പുതിയ സസ്യമായി വളരുന്നതിനും കഴിയുമായിരുന്നില്ല. അടുത്തതായി തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് ടു ഡെമോൺസ്ട്രേറ്റ് ദി പ്രോസസ് ഓഫ് ഓസ്മോസിസ്. ഇതിൽ ചോദിക്കാവുന്ന വൈവാ വോസി ചോദ്യങ്ങൾ ഇവയാണ്. 1. ഓസ്മോസിസ് എന്താണെന്ന് നിർവചിക്കുക. ഡിഫൈൻ ഓസ്മോസിസ്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഓസ്മോസിസ് ഈസ് ദി ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ വെള്ളത്തിൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചേക്കാം. ദി പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദ റീജിയൺ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൺ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. മറ്റൊരു ചോദ്യം, തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റിൽ സെറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏവ? What are the materials required for setting up the Thistle funnel experiment? എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് പറയാവുന്നതാണ്. Thistle funnel, ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ, ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ, എഗ് മെംബ്രെയിൻ ആസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ, ടൊയിൻ ഓർ റബ്ബർ ബാൻഡ്,
marker for showing the level of solution in the Thistle funnel and stand. ഇത്രയുമാണ് Thistle funnel എക്സ്പെരിമെൻ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്. അടുത്ത ചോദ്യം, what is the use of egg membrane in the Thistle funnel experiment? Egg membrane is used to cover the mouth part of the Thistle funnel bulb. This egg membrane is acting as the semi-permeable membrane through which only water is getting transferred from the beaker to the Thistle funnel, as Thistle funnel is filled with a concentrated sugar solution or salt solution. Thistle funnelil നിറയ്ക്കുന്ന കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും ബീക്കറിലുള്ള വെള്ളവും തമ്മിൽ വേർതിരിക്കുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് എഗ് മെംബ്രെയിൻ. What is the change that we can see during osmosis? Or how do we know that osmosis is happening in this experiment? ഓസ്മോസിസ് നടക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് നമുക്ക് കാണാൻ കഴിയുക? അല്ലെങ്കിൽ Thistle funnel എക്സ്പെരിമെൻറ്റിൽ ഓസ്മോസിസ് പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? During osmosis, the level of sugar solution in the Thistle funnel is getting raised from the initial level. This we can see easily in the Thistle funnel. The level of sugar solution is increased due to the entry of water from the beaker into the Thistle funnel through the semi-permeable membrane. ഓസ്മോസിസ് നടക്കുമ്പോൾ Thistle funnelൻ്റെ ഉള്ളിലുള്ള ഷുഗർ സൊല്യൂഷൻ്റെ ലെവൽ ഇനിഷ്യൽ ലെവലിൽ നിന്നും ഉയർന്നിരിക്കുന്നതായിട്ട് കാണാം. ഷുഗർ സൊല്യൂഷൻ്റെ ലെവൽ കൂടാൻ കാരണം ബീക്കറിൽ നിന്ന് വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് എഗ് മെംബ്രെയിനിലൂടെ ഷുഗർ സൊല്യൂഷനിലേക്ക് കടന്നു കയറിയതാണ്. ഇതിനാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. Can we use plastic paper instead of egg membrane? No, we cannot use plastic paper instead of egg membrane because egg membrane is acting as a semi-permeable membrane. Egg membrane ഒരു സെമി പെർമെയബിൾ മെംബ്രെയിൻ ആയതുകൊണ്ട് ബീക്കറിൽ നിന്നും വെള്ളത്തിൻ്റെ മോളിക്യൂൾസിനെ കടത്തിവിടുന്നു. പ്ലാസ്റ്റിക് പേപ്പർ ഇംപെർമിയബിൾ ആയതുകൊണ്ട് ഓസ്മോസിസ് നടക്കുകയില്ല. എന്നാൽ പകരം തുണി ഉപയോഗിച്ചാലോ? തുണി ഒരു കംപ്ലീറ്റ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ മോളിക്യൂൾസിനെയും ഷുഗർ മോളിക്യൂൾസിനെയും രണ്ട് ദിശയിലേക്കും കടത്തിവിടുന്നു. ഓസ്മോസിസ് നടക്കുകയില്ല. ബീക്കറിൽ ഷുഗർ സൊല്യൂഷനും ഫണലിൽ വെള്ളവും എടുത്ത് ഓസ്മോസിസ് നടത്താമോ? Can we take sugar solution in beaker and water in Thistle funnel and conduct osmosis? Yes, we can. But the final level of water in Thistle funnel will be below the initial level. During osmosis, water molecules move out of Thistle funnel to beaker, so the level lowers. നടത്താം. പക്ഷേ Thistle funnelil ലിക്വിഡ് ലെവൽ ഇനീഷ്യൽ ലെവലിനേക്കാൾ താഴെയായിരിക്കും ഫൈനൽ ലെവൽ. കാരണം വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ഫണലിൽ നിന്നും ബീക്കറിലെ സ്ട്രോങ് സൊല്യൂഷനിലേക്ക് എഗ് മെംബ്രെയിനിലൂടെ കടന്നു പോകുന്നു. അതുവഴി ലിക്വിഡ് ലെവലിൽ Thistle ഫണലിനകത്ത് താഴ്ന്നു പോകുന്നു. ഓസ്മോസിസ് വഴി ഉണ്ടാകുന്ന പ്രഷറിൻ്റെ പേരെന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. മറ്റൊരു ചോദ്യം, എഗ്ഗ് പുഴുങ്ങിയതിന് ശേഷം എടുക്കുന്ന എഗ്ഗ് മെംബ്രെയിൻ ഉപയോഗിച്ച് ഓസ്മോസിസ് നടത്താമോ? Can we use egg membrane taken out of boiled egg for doing osmosis? No, we cannot. കാരണം എഗ്ഗ് പുഴുങ്ങുമ്പോൾ എഗ്ഗ് മെംബ്രെയിനിൻ്റെ സെമി പെർമിയബിലിറ്റി നഷ്ടപ്പെട്ട് അത് ഇംപെർമിയബിൾ ആകുന്നു. അതിനാൽ ഓസ്മോസിസ് നടക്കുകയില്ല. Egg membrane is losing its permeability and becomes impermeable on boiling, so that it cannot be used for osmosis. എഗ്ഗിൽ നിന്നും എഗ്ഗ് മെംബ്രെയിൻ എങ്ങനെ വേർതിരിച്ചെടുക്കാം? How to separate egg membrane from egg? Make a small hole on one side of an egg and take out the yolk from inside. എഗ്ഗിൽ ഒരു വശത്ത് ഒരു ചെറിയ തുളയിട്ട് ഉള്ളിൽ നിന്നുമുള്ള യോക്ക് പുറത്തെടുത്ത് മാറ്റുക.
After emptying the empty egg shell dip completely in a beaker or vessel containing vinegar or dilute hydrochloric acid for 1 hour. യോക്ക് എംറ്റി ചെയ്തെടുത്തതിന് ശേഷം എഗ് ഷെൽ മുഴുവനായി ഒരു ബീക്കറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ എടുത്തിട്ടുള്ള വിനാഗിരിയിൽ അല്ലെങ്കിൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ 1 മണിക്കൂർ മുക്കിയിടുക. Now most of the calcium carbonate part of the egg shell might have dissolved off. Now take out and wash in fresh water and use it for the experiment. മിക്കവാറും കാൽഷ്യം കാർബണേറ്റ് അലിഞ്ഞു പോവുകയും മെംബ്രെയിൻ മാത്രം ലഭിക്കുകയും ചെയ്യുന്നു. അത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്തതായി ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റ്. വാട്ട് ഈസ് ദ എയിം ഓഫ് ദി ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റ്? ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്താണ്? ദി എയിം ഈസ് ടു ഡെമോൺസ്ട്രേറ്റ് ദി പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനുള്ള പരീക്ഷണമാണ് ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റ്. ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റ് സെറ്റ് ചെയ്യുന്നതിനുള്ള മെറ്റീരിയൽസ് ഏവ? വാട്ട് ആർ ദി മെറ്റീരിയൽസ് നീഡഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റ്? എ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ, എ വാട്ടർ പ്ലാന്റ് ലൈക്ക് ഹൈഡ്രില്ല, എ സ്മോൾ ഫണൽ, ടെസ്റ്റ് ട്യൂബ് 10 ml or 20 ml size are the only materials needed. ഇതോടനുബന്ധിച്ച് ചോദിക്കാവുന്ന ചോദ്യമാണ് ഡിഫൈൻ ഫോട്ടോസിന്തസിസ്. ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഓർ ഫുഡ് ബൈ യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഈസ് നോൺ ആസ് ഫോട്ടോസിന്തസിസ്. വാട്ട് ഈസ് ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്? ഈ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഗ്ലൂക്കോസ്. ദെൻ വാട്ട് ഈസ് ഓക്സിജൻ? ഓക്സിജൻ ഈസ് നോട്ട് ആൻ എൻഡ് പ്രോഡക്റ്റ് ബട്ട് ഇറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ്. ഓക്സിജൻ ഒരു അവസാന പ്രോഡക്റ്റ് അല്ല, അവസാന ഉൽപ്പന്നമല്ല, പക്ഷേ ഉപ ഉൽപ്പന്നമാണ്. ക്യാൻ യു ടെൽ ദി ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് ഇക്വേഷൻ പറയാമോ? 6CO2 plus 12H2O gives C6H12O6 plus 6H2O plus 6O2 in presence of light and chlorophyll. മറ്റൊരു ചോദ്യം, ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഹൗ ഡു വി നോ ദാറ്റ് oxygen or any gas which is released during Hydrilla experiment? We can observe that the air bubbles are coming out of Hydrilla plant, passing through the tail end of the funnel and reaching to the top of the test tube through the water. സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ പ്ലാന്റിൽ നിന്നും എയർ ബബിൾസ് ഫണലിൻ്റെ ടെയിലിലൂടെ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലേക്ക് വരുന്നത് കാണാം. ഈ എയർ ബബിൾസ് ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലുള്ള വെള്ളത്തിന് മീതെ കളക്ട് ചെയ്യപ്പെടുകയും ഗ്ലോയിങ് സ്പ്ലിൻ്റ് എക്സ്പെരിമെൻ്റ് വഴി അത് ഓക്സിജൻ ആണെന്ന് തീർച്ചയാക്കുകയും ചെയ്യാം. ഹൗ ക്യാൻ വി മേക്ക് ഷുവർ ദാറ്റ് ദി റിലീസ്ഡ് ഗ്യാസ് ഈസ് ഓക്സിജൻ ഇറ്റ് സെൽഫ്? റിലീസ് ചെയ്ത ഗ്യാസ് ഓക്സിജൻ തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം? We can make sure that the released gas is oxygen by doing glowing splint experiment. We know that during daytime in all types of plants, mesophytes, hydrophytes, xerophytes, everywhere the plants are doing photosynthesis and oxygen is released. So instead of hydrilla, can we use a mesophyte as the plant source for the oxygen release? ഹൈഡ്രോഫൈറ്റ് ആകട്ടെ, മീസോഫൈറ്റ് ആകട്ടെ, സീറോഫൈറ്റ് ആകട്ടെ, ഏത് തരം പ്ലാന്റ്സിൽ നിന്നായാലും ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റിൽ ഹൈഡ്രില്ലയ്ക്ക് പകരം ഏതെങ്കിലും മീസോഫൈറ്റ് പ്ലാന്റ് ഉപയോഗിച്ചാൽ മതിയാകില്ലേ? ദി മെയിൻ മീഡിയം ഫോർ ഡൂയിങ് ദി ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റ് ഈസ് വാട്ടർ ആൻഡ് ദി എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് gas bubbles are coming out of the water plant through the water and collected at the top of the test tube.
As this experiment is in the medium of water, it is very suitable to use a water plant instead of a mesophyte or xerophyte. ഹൈഡ്രല്ല എക്സ്പെരിമെൻ്റ് നടത്തുന്നത് ഒരു വെള്ളത്തിൻ്റെ മീഡിയത്തിലായതുകൊണ്ട് വെള്ളത്തിൽ വളരുന്ന ഒരു സസ്യം ഉപയോഗിക്കുക തന്നെയാണ് ഏറ്റവും ഉചിതം. A water plant is morphologically, anatomically and physiologically adapted to live in water. So a water plant is more suitable to do an experiment which is done in water. Now, Potometer experiment. What is the aim of the Potometer experiment? Potometer എക്സ്പെരിമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണ്? The aim of the Potometer experiment is to demonstrate the rate of transpiration. What are the materials needed for setting up the experiment? ഈ എക്സ്പെരിമെൻ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ എന്തെല്ലാം? The materials required are Ganong's Potometer, a freshly cut plant tube, beaker containing water, etc. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റ് ചോദ്യങ്ങൾ: ട്രാൻസ്പിറേഷൻ എന്നാൽ എന്ത്? What is transpiration? The loss of water in the form of water vapor from the aerial parts of the plant body is known as transpiration. What type of plant tube is used in Potometer experiment? Potometer എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുന്ന പ്ലാന്റ് ട്യൂബിൻ്റെ പ്രത്യേകതകൾ എന്ത്? The plant tube should be freshly cut and having very good number of leaves. ഫ്രഷായി കട്ട് ചെയ്തെടുത്തതും ധാരാളം ഇലകളുള്ളതുമായ ട്യൂബ് വേണം ഗാനോങ്സ് പോട്ടോമീറ്ററിൽ ഉപയോഗിക്കാൻ. How can we measure the water movement through the graduated tube of Ganong's Potometer? പോട്ടോമീറ്ററിൻ്റെ ഗ്രാജുവേറ്റഡ് ട്യൂബിലൂടെയുള്ള വാട്ടർ മൂവ്മെൻറ്റ് എങ്ങനെ മനസ്സിലാക്കാം? By introducing an air bubble into the graduated tube and by observing and taking reading showing its movement at a particular amount of time at different environmental conditions. പോട്ടോമീറ്ററിൻ്റെ ഗ്രാജുവേറ്റഡ് ട്യൂബിനുള്ളിലേക്ക് ഒരു എയർ ബബിൾ കടത്തിവിടുക. ഈ എയർ ബബിളിൻ്റെ മൂവ്മെൻറ്റ് ഒരു പ്രത്യേക സമയത്തേക്ക് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് വിവിധ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ വെച്ച് റീഡിംഗ് എടുത്ത് നമുക്ക് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പോട്ടോമീറ്റർ ട്യൂബും വെള്ളവും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. അതിനാലാണ് ഒരു എയർ ബബിൾ ഇൻസേർട്ട് ചെയ്ത് ആ എയർ ബബിളിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ റീഡിംഗ് എടുക്കുന്നത്. അടുത്തതായി പേപ്പർ ക്രോമാറ്റോഗ്രാഫി. ദി എയിം ഓഫ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി എക്സ്പെരിമെൻറ്റ് ഈസ് ടു സെപ്പറേറ്റ് ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെൻറ്റ്സ് ഫ്രം ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്ട് ബൈ പേപ്പർ ക്രോമാറ്റോഗ്രാഫി. ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്റ്റിൽ നിന്നും ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെൻറ്റ്സിനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫിയുടെ എയിം. ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് ഏതാണ്? പെട്രോളിയം ഈഥർ ആൻഡ് അസറ്റോൺ ഇൻ ദി റേഷ്യോ ഓഫ് 9:1 ഈസ് യൂസ്ഡ് ആസ് ഓർഗാനിക് സോൾവെൻറ്റ് ടു മേക്ക് ദി ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്റ്റ്. പെട്രോളിയം ഈഥർ 9 ഭാഗവും 1 ഭാഗം അസറ്റോണും ചേർന്ന മിശ്രിതമാണ് ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓർഗാനിക് സോൾവെൻറ്റ്. വിച്ച് പേപ്പർ ഈസ് യൂസ്ഡ് ആസ് പേപ്പർ ഇൻ പേപ്പർ ക്രോമാറ്റോഗ്രാഫി? പേപ്പർ ക്രോമാറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന പേപ്പർ എന്ത് പേപ്പറാണ്? ഗുഡ് ക്വാളിറ്റി ഫിൽറ്റർ പേപ്പർ, ഫോർ എക്സാമ്പിൾ വാട്ട്മാൻസ് ഫിൽറ്റർ പേപ്പർ, cut into ribbon-like paper strips which are used for paper chromatography. വാട്ട്മാൻസ് ഫിൽറ്റർ പേപ്പർ പോലെയുള്ള ഗുഡ് ക്വാളിറ്റി ഫിൽറ്റർ പേപ്പറുകളിൽ നിന്ന് റിബൺ ഷേപ്പിൽ വെട്ടിയെടുത്ത പേപ്പർ സ്ട്രിപ്പുകളാണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന പേപ്പർ. വിച്ച് ആർ ദി പിഗ്മെൻറ്റ്സ് സെപ്പറേറ്റഡ് ഫ്രം ദി ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്ട് ഇൻ പേപ്പർ ക്രോമാറ്റോഗ്രാഫി? പേപ്പർ ക്രോമാറ്റോഗ്രാഫിയിൽ ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്റ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പിഗ്മെൻറ്റ്സ് ഏതൊക്കെ? ദി പിഗ്മെൻറ്റ്സ് separated from the chloroplast extract in paper chromatography are chlorophyll A, chlorophyll B, xanthophyll and carotene.
പേപ്പർ ക്രോമാറ്റോഗ്രാഫി വഴി ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്റ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടീൻ എന്നിവയാണ്. വാട്ട് ആർ ദി കളേഴ്സ് associated with these pigments? Chlorophyll A is having yellow green, chlorophyll B is having blue green, xanthophyll is yellow, and carotene is orange. What is the order of pigments deposited on filter paper in paper chromatography? പേപ്പർ ക്രോമാറ്റോഗ്രാഫിയിൽ ഫിൽറ്റർ പേപ്പറിൽ പിഗ്മെൻറ്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഏത് ഓർഡറിൽ ആണ്? ദി പിഗ്മെൻറ്റ്സ് ഡിപ്പോസിറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓൺ ദി ഫിൽറ്റർ പേപ്പർ ഫ്രം ബോട്ടം ടു ടോപ്പ് ആർ ക്ലോറോഫിൽ ബി അറ്റ് ലോവർ മോസ്റ്റ് പാർട്ട്, ദെൻ ക്ലോറോഫിൽ എ, ദെൻ സാന്തോഫിൽ ആൻഡ് കരോട്ടീൻ ഓൺ ടോപ്പ്. They have deposited at different levels as per their molecular weight. പിഗ്മെൻറ്റ് മോളിക്യൂൾസിൻ്റെ മോളിക്കുലർ വെയ്റ്റിനനുസരിച്ചിട്ട് ആണ് ഇവ ഫിൽറ്റർ പേപ്പറിൽ ഡിഫറെൻറ്റ് ബാൻഡ്സ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെൻറ്റ്സിൻ്റെ ക്ലോറോഫിൽ ബി ആണ് ഏറ്റവും താഴെ, അതിന് മുകളിൽ ക്ലോറോഫിൽ എ. ആ ഓർഡർ തെറ്റില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ ഫിസിയോളജി എക്സ്പെരിമെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന വൈവാ വോസി ചോദ്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. വളരെ നന്നായി മനസ്സിലാക്കി വയ്ക്കുക, നന്നായി പ്രയോജനപ്പെടും. ഭാവി ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെട്ടേക്കാവുന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പയുടെ ഒരു ട്രാക്ക് രൂപം എന്ന രീതിയിൽ ഈ വൈവാ വോസിയെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. Thank you very much. Subscribe, like and share Raju's Science World for more